വെൽക്കം ടു വൈൽഡ് മാലോ. 2025 ജനുവരിയിൽ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച ആദ്യ ലക്കത്തിലെ ബേസിക് സയൻസിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, മിൽക്ക് ഓഫ് ലൈം, സ്ലേക്കഡ് ലൈം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം, സ്ലേക്കഡ് ലൈം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പുകല്ല് അറിയപ്പെടുന്നത് കാൽസ്യം കാർബണേറ്റ് എന്നാണ്. ചുണ്ണാമ്പുകല്ല് അറിയപ്പെടുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ്. ജിപ്സം അറിയപ്പെടുന്നത് കാൽസ്യം സൾഫേറ്റ് എന്നാണ്. ജിപ്സം അറിയപ്പെടുന്നത് കാൽസ്യം സൾഫേറ്റ്. ചുണ്ണാമ്പുകല്ല് അറിയപ്പെടുന്നത് കാൽസ്യം കാർബണേറ്റ്. ജിപ്സം അറിയപ്പെടുന്നത് കാൽസ്യം സൾഫേറ്റ്. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം അറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ് എന്നാണ്. ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം അറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ്. നീറ്റ് കക്ക അല്ലെങ്കിൽ ക്വിക്ലൈം ഒക്കെ അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ് എന്നാണ്. നീറ്റ് കക്ക അഥവാ ക്വിക്ലൈം ഒക്കെ അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ്. അടുത്ത ചോദ്യം, വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം വർദ്ധിക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റം. വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം വർദ്ധിക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റം അഗ്രമെരിസ്റ്റം. വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം വർദ്ധിക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റം അഗ്രമെരിസ്റ്റം. ഏകബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. ഏകബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. പർവാന്തര മെരിസ്റ്റമാണ് കാണ്ഡങ്ങളുടെ നീളം കൂടുവാനായിട്ട് സഹായിക്കുന്നത്. ഏകബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. ഈ പർവാന്തര മെരിസ്റ്റമാണ് കാണ്ഡങ്ങളുടെ നീളം കൂടാനായിട്ട് സഹായിക്കുന്നത്. ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മെരിസ്റ്റം പാർശ്വമെരിസ്റ്റം. കാണ്ഡം വണ്ണം വെക്കാനായിട്ട് സഹായിക്കുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. കാണ്ഡം വണ്ണം വെക്കാനായിട്ട് സഹായിക്കുന്ന മെരിസ്റ്റം പാർശ്വമെരിസ്റ്റം. കാണ്ഡത്തിന് നീളം കൂടുവാനായിട്ട് സഹായിക്കുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. അടുത്ത ചോദ്യം, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്കും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏത്? തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് മിക്സെഡിമ. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് മിക്സെഡിമ. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ച മുരടിപ്പിനും കാരണമാകുന്ന രോഗാവസ്ഥയാണ് ക്രെട്ടനിസം. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ച മുരടിപ്പിനും കാരണമാകുന്ന രോഗമാണ് ക്രെട്ടനിസം. അപ്പോൾ തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് മിക്സെഡിമ. കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ക്രെട്ടനിസം. അടുത്ത ചോദ്യം, വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുതി നിയമം, ഓം നിയമം. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുതി നിയമം ഏതാണ്? ഓം നിയമം. പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം. പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം. നീളം, ഛേദതല പരപ്പളവ്, താപനില, പദാർത്ഥത്തിന്റെ സ്വഭാവം എന്നിവയാണ് ഒരു വൈദ്യുത ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒരു വൈദ്യുത ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നീളം, ഛേദതല പരപ്പളവ്, താപനില, പദാർത്ഥത്തിന്റെ സ്വഭാവം. ലോഹങ്ങളിൽ താപനില കൂടുന്നതിനനുസരിച്ച് പ്രതിരോധവും വർദ്ധിക്കുന്നു. ലോഹങ്ങളിൽ താപനില കൂടുന്നതിനനുസരിച്ച് പ്രതിരോധവും വർദ്ധിക്കുന്നു. ഒരു പദാർത്ഥത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തെ നിയന്ത്രിക്കുന്ന ഘടകത്തെയാണ് പ്രതിരോധം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ് പ്രതിരോധം. അടുത്ത ചോദ്യം, ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോഫ്യൂരിക് ആസിഡ് ആണ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്യൂരിക് ആസിഡ്. കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് സോഡ വാട്ടർ ആണ്. കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് സോഡ വാട്ടർ. ഫോർമിക് ആസിഡ് എന്നറിയപ്പെടുന്നത് മെത്തനോയിക് ആസിഡ് ആണ്. ഫോർമിക് ആസിഡ് എന്നറിയപ്പെടുന്നത് മെത്തനോയിക് ആസിഡ്. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള ആസിഡ് ആണ് പെർക്ലോറിക് ആസിഡ്. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള ആസിഡ് ഏതാണ്? പെർക്ലോറിക് ആസിഡ് ആണ്.
വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് സോഡ വാട്ടർ ആണ്. ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത് മെത്തനോയിക് ആസിഡ് ആണ്. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള ആസിഡ് പെർക്ലോറിക് ആസിഡ് ആണ്. അതുപോലെ വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. അടുത്ത ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എലിപ്പനിയാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഇതിൽ എലിപ്പനിയാണ്. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് എലിപ്പനി അറിയപ്പെടുന്നത്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നതാണ് എലിപ്പനി. എലിപ്പനി ഉണ്ടാകുമ്പോൾ രക്തലോമികകളിൽ തകരാറുണ്ടാകുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. അതായത് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് എന്ത്? ലെപ്റ്റോസ്പൈറ. എലിപ്പനി ഉണ്ടാകുമ്പോൾ രക്തലോമികളിൽ തകരാറുണ്ടാവുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം. ഹാൻസെൻസ് രോഗം കുഷ്ഠം. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. അടുത്ത ചോദ്യം, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ ആണ്. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. സെറോട്ടോണിൻ, മെലാട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. സെറോട്ടോണിൻ, മെലാട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പീനിയൽ ഗ്രന്ഥി. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ ആണ്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എന്താണ്? പീയൂഷ ഗ്രന്ഥി. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം അറിയപ്പെടുന്നത് ആയതി എന്നാണ്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം അറിയപ്പെടുന്നത് ആയതി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തി. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം, ഇതിനെയാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിന്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിന്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. അടുത്ത ചോദ്യം, ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം മെർക്കുറിക് ഓക്സൈഡ് ആണ്. ജോസഫ് പ്രീസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം മെർക്കുറിക് ഓക്സൈഡ്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം. തനിയെ കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്. തനിയെ കത്തുന്ന വാതകം ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അടുത്ത ചോദ്യം, ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന അവയവം ചെവിയാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന അവയവം ചെവിയാണ്. ചെവിയുമായി ബന്ധപ്പെട്ട പഠനമാണ് ഓട്ടോലാരിങ്കോളജി. ചെവിയുമായി ബന്ധപ്പെട്ട പഠനമാണ് ഓട്ടോലാരിങ്കോളജി. ഇതിൽ ചെവി മാത്രമല്ല, ശ്രവണം, ഗന്ധം, രുചി എന്നിവയെക്കുറിച്ചിട്ടുള്ള പഠനവും ഉൾപ്പെടുന്നു. ചെവിയുടെ 3 പ്രധാന ഭാഗങ്ങളാണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ചെവിയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങളാണ് ചെവിക്കുട, കർണനാളം, കർണപടം. ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങളാണ് ചെവിക്കുട, കർണനാളം, കർണപടം. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യുസ്റ്റേക്കിയൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യുസ്റ്റേക്കിയൻ നാളി. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കലാണ് യുസ്റ്റേക്കിയൻ നാളിയുടെ ധർമ്മം. യുസ്റ്റേക്കിയൻ നാളിയുടെ ധർമ്മം എന്താണ്? കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കലാണ് യുസ്റ്റേക്കിയൻ നാളിയുടെ ധർമ്മം. മധ്യകർണത്തിലെ അസ്ഥികളാണ് മാലിയസ്,
ഇൻകസ്, സ്റ്റേപ്പിസ്. മധ്യകർണത്തിലെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഇത് ഇതിനകത്താണ് ഉള്ളത്? ചെവിയിലെ മധ്യകർണത്തിലാണ് ഉള്ളത്. മധ്യകർണത്തിലെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസിന് ചുറ്റികയുടെ ആകൃതിയും ഇൻകസിന് കുടക്കല്ലിൻ്റെ ആകൃതിയും സ്റ്റേപ്പിസിന് കുതിരസവാരിക്കാരൻ്റെ പാദതാരത്തിൻ്റെ ആകൃതിയുമാണ് ഉള്ളത്. മാലിയസിന് ചുറ്റികയുടെ ആകൃതിയും ഇൻകസിന് കുടക്കല്ലിൻ്റെ ആകൃതിയും സ്റ്റേപ്പിസിന് കുതിരസവാരിക്കാരൻ്റെ പാദതാരത്തിൻ്റെ ആകൃതിയുമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ചന്ദ്രോപരിതലത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ലോഹം? ടൈറ്റാനിയം. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം? ലെഡ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം ലെഡ്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം ഇരുമ്പ്. ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം ടൈറ്റാനിയം. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.